be calling the shots. Hey everybody, welcome back to the channel Frenzy Pool. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ. കൂടെ മേജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടുതലും പോപ്പ് കൾച്ചർ കണ്ടന്റ്സ് ആണ് ചെയ്യാറ്. സോ ഇഫ് യു ആർ ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ പോപ്പ് കൾച്ചർ ക്രേസി ആയിട്ടുള്ള ഫാൻസിനും ഷെയർ ചെയ്യാൻ നമ്മുടെ വീഡിയോസ്. സോ ഇന്നത്തെ വീഡിയോയിൽ ദ പെൻഗ്വിൻ, ഡി സിയിലത്തെ ഒരു വില്ലൻ കഥാപാത്രമായ പെൻഗ്വിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മാറ്റ് റീവ്സിന്റെ ദ ബാറ്റ്മാൻ, റോബർട്ട് പാറ്റിൻസൺ അഭിനയിച്ച ആ ഒരു ബാറ്റ്മാൻ മൂവിലത്തെ ക്യാരക്ടറിന്റെ ഒരു സ്പിൻ ഓഫ് സീരീസ് ആണ് ദ പെൻഗ്വിൻ. ഇതൊരു ലിമിറ്റഡ് സീരീസ് ആണ്. ഇതിന്റെ ടീസർ റിലീസ് ചെയ്തിരുന്നു. നമ്മുടെ ബാറ്റ്മാൻ മൂവിയിൽ പെൻഗ്വിൻ ക്രൈം ബോസ് ആയ കാർമൈൻ ഫാൽക്കന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്തിരുന്നത്. പക്ഷെ ആ മൂവിയുടെ അവസാനം കാർമൈൻ ഫാൽക്കൻ മരിക്കുകയാണ്. അങ്ങനെ ഗോത്തം സിറ്റി ഒരു ഓപ്പൺ സിറ്റി ആവുകയാണ്. ഈ ഒരു സമയത്ത് എന്തായാലും ദ പെൻഗ്വിൻ എല്ലാം കൂടി മൊത്തത്തിൽ എടുക്കാനാണ് നോക്കുക. ഈ ഒരു ടീസറിൽ കാണിക്കുന്നത് പെൻഗ്വിൻ സാൽ മറോണിയായിട്ട് സംസാരിക്കുന്നതാണ്. സാൽ മറോണി അല്ലെങ്കിൽ സാൽവറ്റോർ മറോണി ഒരു വലിയ ക്രൈം ബോസ് തന്നെയാണ്, നമ്മുടെ ഫാൽക്കോൺ പോലെ തന്നെ. ഈ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് ക്ലാൻസി ബ്രൗൺ എന്ന ആക്ടറാണ്. ഇദ്ദേഹം നമ്മുടെ DC ആനിമേറ്റഡ് സീരീസിൽ ലെക്സ് ലൂത്തറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോത്തം കയ്യിലെടുക്കാനുള്ള ആ ഒരു പെൻഗ്വിന്റെ പാതയിൽ ഒരു തടസ്സം കൂടി വരുന്നത് എന്തെന്ന് വെച്ചാൽ കാർമൈൻ ഫാൽക്കോന്റെ മകളായ സോഫിയ ഫാൽക്കോൺ ആണ്. ഈ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് ക്രിസ്റ്റീൻ മിലോട്ടി എന്ന ആക്ട്രസ് ആണ്. ഈ ആക്ട്രസിനെ നമ്മൾ ഹൗ ഐ മെറ്റ് യുവർ മദർ എന്ന സീരീസിലെ മദർ എന്ന കഥാപാത്രമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇവർ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഉണ്ടാവുന്നത് ആ ഒരു ഗോത്തം സിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട്. ദ പെൻഗ്വിനായിട്ട് അഭിനയിക്കുന്നത് കോളിൻ ഫാരൽ എന്ന ആക്ടറാണ്. ഇദ്ദേഹത്തിന് നമ്മൾ ബാറ്റ്മാൻ എന്ന മൂവിയിൽ കണ്ടാണ് നമുക്ക് ഒട്ടും തിരിച്ചറിയാത്ത രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആ ഒരു ക്യാരക്ടറായിട്ട്. ഓസ്വാൾഡ് കോബിൾപോർട്ടായിട്ട് ആ ഒരു ഫാറ്റ് സ്യൂട്ടും അതുപോലെ തന്നെ ആ ഒരു ആക്സെന്റും കാരണം തികച്ചും മനസ്സിലാവാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു ആക്ടറിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ എന്തായാലും കാണാൻ പോകുന്നത് ദ ബാറ്റ്മാൻ എന്ന പടത്തിന് ശേഷം അടുത്ത ഇറങ്ങാൻ പോകുന്ന സെക്കൻഡ് പാർട്ടിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക ദ പെൻഗ്വിനും അതുപോലെ തന്നെ ഗോത്തം സിറ്റിയിലുള്ള ക്രൈം ഫാമിലീസിനെ പറ്റിയിട്ടായിരിക്കും. മിക്കവാറും നമുക്കിതിൽ ചിലപ്പോൾ ക്യാമിയോസും കാണാൻ സാധ്യതയുണ്ട്. ഒന്ന് ചിലപ്പോൾ ഡിറ്റക്റ്റീവ് ജിം ഗോർഡൻ ആയിരിക്കാം, അതുപോലെ തന്നെ മേ ബി ദ ബിഗ് വൺ ഹിംസെൽഫ് ദ ബാറ്റ്മാനും ഉണ്ടാവാം. ഇതൊരു ലിമിറ്റഡ് സീരീസ് ആണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു ഒറ്റ സീസണിൽ 8 എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും റിലീസ് ആവുക. സെപ്റ്റംബർ 2024 ഇക്കൊല്ലം തന്നെയാണ് ഈ ഒരു സീരീസ് റിലീസ് ആവുന്നത്. ഇനി ബാറ്റ്മാൻ 2ന്റെ ഒരു റിലീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒക്ടോബർ 2026 എന്നുള്ള ഒരു ഡേറ്റ് ആണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അത് എന്തായാലും വേരി ചെയ്യാം നമ്മുടെ റിലീസ് അടുക്കും തോറും. സോ എന്തായാലും സീരീസ് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. കാരണം ആ ഒരു മാറ്റ് റീവ്സിന്റെ ലോകത്തിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. നമ്മുടെ ബാറ്റ്മാൻ മൂവി ഒരു വേറൊരു വൈബ് തന്നെയായിരുന്നു ആ ഒരു മൂവി. ആസ് എ ട്രൂ DC ഫാൻ എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് പല വേർഷൻസ് ആണ് ഇനിയുള്ള കൊല്ലങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഒരേ ക്യാരക്ടറിന്റെ തന്നെ പല പല വേർഷൻസും പല പല കഥകളും. ഐ ഡോണ്ട് നോ, എവറി DC ഫാൻ ഇസ് നോട്ട് ഹാപ്പി അറ്റ് ദ മൊമെന്റ്. ആരും ഹാപ്പി അല്ല ഈ ഒരു സിറ്റുവേഷനിൽ. എന്തായാലും വരുന്നത് കാണാം, അത്രയൊക്കെ തന്നെ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ടേക്ക് കെയർ ഗൈസ്.